ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഗ്രാമറിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിൻ്റെ ബാലൻസാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ട്രാൻസാക്ഷൻ എന്ന പുസ്തകത്തിലെ മൊഡ്യൂൾ 3യിലാണ് ഗ്രാമർ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാലൻസ് നോക്കാം. എക്സസൈസാണ് പറയുന്നത്. സ്ട്രൈക്ക് ദ ഇൻകറക്റ്റ് വേർഡ്സ്. അതിൽ എക്സാമ്പിൾ, വി ഓർ മൈ ഫ്രണ്ട് ഓൾവേസ് വെയേഴ്സ് ഓൾഡ് ക്ലോത്ത്സ്. നോക്കൂ, അതിൽ മൈ ഫ്രണ്ട് ഓൾവേസ് വെയേഴ്സ് ഓൾഡ് ക്ലോത്ത്സ് എന്നാണ്. വി ഫ്രണ്ട് എന്ന് പറയില്ല, മൈ ഫ്രണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഒരു എക്സാമ്പിളായിട്ട് അവർ തന്നാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞത്. ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. We all or the boss thinks you are wonderful. ഇതിലേതാ വരിക? വി ഓൾ എന്നാണോ ദ ബോസ് എന്നാണോ? ഇതിൽ നമുക്ക് വെർബിലേക്ക് നോക്കാം. വെർബ് എന്താണ്? തിങ്ക് എന്നാണ്. തിങ്കിൻ്റെ കൂടെ ഒരു എസ് കണ്ടു. അപ്പോൾ തിങ്സ് എന്നുള്ളത് സിംഗുലർ വെർബാണ്. അപ്പോൾ സിംഗുലർ വെർബ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസാണ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ മാത്രമേ നമ്മൾ വെർബിൻ്റെ ഒന്നാമത്തെ രൂപവും വെർബിൻ്റെ കൂടെ എസ്ഒ ഇ എസ്ഒ ചേർക്കുന്നതും സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ്. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ വെർബിൻ്റെ കൂടെ എസ്ഒ ഇ എസ്ഒ ചേർക്കണമെങ്കിൽ സബ്ജക്റ്റ് സിംഗുലർ ആവണം എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് സിംഗുലർ സബ്ജക്റ്റാണ്. വി ഓൾ എന്നാണോ ദ ബോസ് എന്നാണോ? ദ ബോസ് എന്നുള്ളതാണ് സിംഗുലർ. അപ്പോൾ അത് മാത്രമേ ചേരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ദ ബോസ് തിങ്സ് യു ആർ വെൽ എന്നാണ് ശരി ഉത്തരം. രണ്ടാമത്തത്, ബ്രെഡ് ഓർ ബുക്സ് കോസ്റ്റ് എ ലോട്ട്. അതും സിമ്പിൾ പ്രസൻറ്റ് തന്നെയാണ്. ഇവിടെ കോസ്റ്റ് എന്നാണ് കൊടുത്തത്. കോസ്റ്റ് എന്ന് പറയുന്നത് വെർബിൻ്റെ ഒന്നാമത്തെ രൂപമാണ്. വെർബിൻ്റെ ഒന്നാമത്തെ രൂപത്തിൻ്റെ കൂടെ എസ്ഒ ഇ എസ്ഒ ഉണ്ടെങ്കിൽ മാത്രമാണ് അത് സിംഗുലർ ആവുന്നത്. അപ്പോൾ സിംഗുലർ സബ്ജക്റ്റ് ചേർക്കണം. എന്നാൽ ഇവിടെ എസ്ഒ ഇ എസ്ഒ ഒന്നുമില്ല, വെർബ് മാത്രമാണ്, V1 മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ സബ്ജക്റ്റ് ബ്രെഡ് ഓർ ബുക്സ്. അപ്പോൾ വെർബ് പ്ലൂരലാണ്. അപ്പോൾ പ്ലൂരൽ സബ്ജക്റ്റാണ് ചേരേണ്ടത്. ബ്രെഡാണോ ബുക്സാണോ പ്ലൂരൽ സബ്ജക്റ്റ്? ബുക്സാണ്. അപ്പോൾ വെർബിൻ്റെ ഒന്നാമത്തെ രൂപം മാത്രമാണെങ്കിൽ അത് പ്ലൂരൽ വെർബായിരിക്കും. വെർബിൻ്റെ കൂടെ എസ്ഒ ഇ എസ്ഒ ഉണ്ടെങ്കിൽ അത് സിംഗുലർ വെർബായിരിക്കും. അപ്പോൾ വെർബ് പ്ലൂരലാണെങ്കിൽ പ്ലൂരൽ വെർബ് ചേർക്കുക, സിംഗുലർ വെർബാണെങ്കിൽ സിംഗുലർ വെർബ് ചേർക്കുക. അപ്പോൾ അവിടെ എന്താണ്? ബുക്സ് കോസ്റ്റ് എ ലോട്ട് എന്നാണ് ഉത്തരം വരിക. മൂന്നാമത് നോക്കൂ. അവർ ക്യാറ്റ് ഓർ അവർ ക്യാറ്റ്സ് നെവർ ക്യാച്ചസ് മൈസ്. ഓക്കെ, ഇവിടെ ക്യാച്ചസ് എന്നാണ് വെർബ്. ക്യാച്ചസ് എന്ന് പറയുന്നത് സിംഗുലർ വെർബാണ്. കണ്ടോ എസ്, അതിൻ്റെ കൂടെ എസ് കണ്ടോ നിങ്ങൾ? അപ്പോൾ അത് സിംഗുലർ ആയതുകൊണ്ട് സബ്ജക്റ്റ് പ്ലൂരൽ ആവണം, സിംഗുലർ ആവണം. അപ്പോൾ അവർ ക്യാറ്റ് എന്നാണോ അവർ ക്യാറ്റ്സ് എന്നാണോ സിംഗുലർ? അവർ ക്യാറ്റ്സ് എന്ന് പറഞ്ഞാൽ പ്ലൂരലാണ്. അവർ ക്യാറ്റ് എന്ന് പറഞ്ഞാൽ സിംഗുലറാണ്. ഞങ്ങളുടെ പൂച്ച. അവർ ക്യാറ്റ്സ് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ പൂച്ചകൾ എന്നാവും. അപ്പോൾ അവർ ക്യാറ്റ് എന്നുള്ളതാണ് സിംഗുലർ. അപ്പോൾ അതുകൊണ്ട് അതാണ് ശരി, അവർ ക്യാറ്റ്. മറ്റത് ഒഴിവാക്കുക. ഇനി അടുത്തത്, ദ ചിൽഡ്രൻ ഓർ ദ ചൈൽഡ് ഓർ ദ ചിൽഡ്രൻ മേക്സ് എ ലോട്ട് ഓഫ് നോയ്സ്. അവിടെ മേക്സ് എന്നാണ്. അവിടെ മേക്സ് എന്നുള്ളത് സിംഗുലറാണ്, കാരണം എസ് ഉണ്ട് അതിൻ്റെ കൂടെ. അപ്പോൾ അതുകൊണ്ട് ദ ചൈൽഡ് എന്ന് പറയുന്ന സിംഗുലർ സബ്ജക്റ്റാണ് ചേർക്കുന്നത്. ദ ചൈൽഡ് സിംഗുലറാണ്, ചിൽഡ്രൻ എന്നുള്ളത് പ്ലൂരലാണ്. അപ്പോൾ ദ ചൈൽഡാണ് ആൻസർ വേർഡ്. മൈ ഫാദർ ഓർ മൈ ഫാദർ ആൻഡ് മദർ ടീച്ചസ് ഇംഗ്ലീഷ്. അവിടെ ടീച്ചസ് എന്ന് കണ്ടില്ല നമ്മൾ? ടീച്ചസ് എന്നുള്ള വെർബ് സിംഗുലറാണ്. അപ്പോൾ അതുകൊണ്ട് മൈ ഫാദർ എന്ന് പറയുന്ന സിംഗുലർ സബ്ജക്റ്റാണ് ചേർക്കേണ്ടത്. ഓക്കെ, ഇനി എക്സസൈസ് 3. മേക്ക് നെഗറ്റീവ് സെൻറ്റൻസസ്. യൂസ് ഡോണ്ട് ഓർ ഡസൻറ്റ്. സിമ്പിൾ പ്രസൻറ്റിൽ നെഗറ്റീവ് ഉണ്ടാക്കാൻ ഡോണ്ട് അല്ലെങ്കിൽ ഡസൻറ്റ് ചേർത്തിട്ട് വെർബിൻ്റെ ഒന്നാമത്തെ രൂപം ചേർത്താൽ മതി. എക്സാമ്പിൾ, ഐ പ്ലേ ചെസ് അല്ലെങ്കിൽ കാർഡ്സ്. ഐ ഡോണ്ട് പ്ലേ കാർഡ്സ്. ഐ പ്ലേ എന്നുള്ളതിന് ഐ ഡോണ്ട് പ്ലേ എന്നാണ് നെഗറ്റീവ് രൂപം. ഹീ ലൈക്സ് ജാസ് അല്ലെങ്കിൽ പോപ്പ് മ്യൂസിക്. ഓക്കെ, അപ്പോൾ ഹീ ഡസൻറ്റ് ലൈക്ക് പോപ്പ് മ്യൂസിക് എന്ന് പറഞ്ഞാൽ മതി. ഹീ ലൈക്സ് ജാസ്,
He doesn't like folk music. Correct. The train stops at Shornoor. The train doesn't stops എന്ന് പറയാൻ പാടില്ല. doesn't stop at Tirur. Deepu remembers names very well. Deepu doesn't remember faces very well എന്ന് പറയാം. Deepu doesn't remember faces very well. നാലാമത്, children play football on Mondays. Children don't play hockey on Mondays. അപ്പോൾ അവിടെ നോക്കൂ, ചിൽഡ്രൻ എന്നുള്ളത് പ്ലൂരലാണ്, അതുകൊണ്ടാണ് നമ്മൾ ഡോണ്ട് ചേർത്തത്. ചൈൽഡ് എന്നായിരുന്നെങ്കിൽ ഡസൻറ്റ് എന്ന് പറയാമായിരുന്നു. ഇനി അടുത്തത് നോക്കൂ, മൈ മദർ ടീച്ചസ് എൻജിനീയറിങ്. അപ്പോൾ മൈ മദർ ടീച്ചസ് എൻജിനീയറിങ്. മൈ മദർ ഡസൻറ്റ് ടീച്ച് ബയോളജി. മൈ മദർ ഡസൻറ്റ് ടീച്ച് ബയോളജി. മൈ മദർ എന്നുള്ളത് സിംഗുലറാണ്. ഇനി ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ദേ സ്മോക്ക്. അതിന് ആൻസർ ഡു ദേ സ്മോക്ക്. ക്വസ്റ്റ്യനാണ്. ഡു ദേ സ്മോക്ക്. സ്മോക്ക് എന്നുള്ളത് പ്ലൂരലാണ്. ഈ പ്ലൂരൽ വെർബിൻ്റെ കൂടെ എപ്പോഴും ഡു ഉണ്ടായിരിക്കും. സിമ്പിൾ പ്രസൻറ്റിൽ B1 ആണെങ്കിൽ അതിൻ്റെ കൂടെ എപ്പോഴും ഡു ഉണ്ടായിരിക്കും. നമ്മൾ കണ്ടോളണമെന്നില്ല. അത് ചോദ്യമാക്കുമ്പോഴും അതുപോലെ നെഗറ്റീവ് ആക്കുമ്പോഴും മാത്രമേ നമ്മൾ പുറത്തെടുക്കുള്ളൂ. ഡു ദേ സ്മോക്ക്. അതുപോലെ വെർബിൻ്റെ കൂടെ SES ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് സിംഗുലറാണ്. അത് ക്വസ്റ്റ്യൻ ആക്കുമ്പോഴും നെഗറ്റീവ് ആക്കുമ്പോഴും ഡോണ്ട് അല്ലെങ്കിൽ ഡസൻറ്റ് ചേർക്കും. ഡസൻറ്റ് എന്നുള്ളത് ചേർക്കും, അല്ലെങ്കിൽ ഡസ് എന്നുള്ളത് ചേർക്കും. ഓക്കെ. മോണിക്ക ടീച്ചേഴ്സ് ഫ്രഞ്ച്. ഡസ് മോണിക്ക ടീച്ച് ഫ്രഞ്ച്. ഡസ് മോണിക്ക ടീച്ച് ഫ്രഞ്ച്. ദ കാലിക്കറ്റ് ബസ് സ്റ്റോപ്സ് ഹിയർ. അപ്പോൾ എന്താണ്? ഡസ് കാലിക്കറ്റ് ബസ് സ്റ്റോപ്പ് ഹിയർ. ഡസ് കാലിക്കറ്റ് ബസ് സ്റ്റോപ്പ് ഹിയർ. അതാണ് ആൻസർ. ദ ടീച്ചേഴ്സ് നോ ഹർ. ഡു ദ ടീച്ചേഴ്സ് നോ ഹർ. അപ്പം അവിടെ ഡു വരാൻ കാരണം ടീച്ചേഴ്സ് എന്നുള്ളത് പ്ലൂരലാണ്. ഓക്കെ. ഡു ദ ടീച്ചേഴ്സ് നോ ഹർ. യു പ്ലേ ദ പിയാനോ. ഡു യു പ്ലേ ദ പിയാനോ. ഡു യു പ്ലേ ദ പിയാനോ. അതാണ് ആൻസർ. ഡു യു പ്ലേ ദ പിയാനോ. മൈ ബ്രദർ വർക്ക്സ് ഇൻ എ റെസ്റ്റോറൻറ്റ്. ഡസ് മൈ ബ്രദർ വർക്ക് ഇൻ എ റെസ്റ്റോറൻറ്റ്. മൈ ബ്രദർ എന്നുള്ള യുവർ ബ്രദർ എന്നും ആക്കാം. ഡസ് യുവർ ബ്രദർ വർക്ക് ഇൻ എ റെസ്റ്റോറൻറ്റ്, അല്ലെങ്കിൽ ഡസ് മൈ ബ്രദർ വർക്ക് ഇൻ എ റെസ്റ്റോറൻറ്റ്. വി നീഡ് മോർ എഗ്സ്. ഓക്കെ. ഡു വി നീഡ് മോർ എഗ്സ്. ഡു വി നീഡ് മോർ എഗ്സ്. ഇനി എക്സസൈസ് 5 ആണ്. എക്സസൈസ് 5 മേക്ക് WH ക്വസ്റ്റ്യൻ ആണ്. വേർ ഷീ ലിവ്സ്. വേർ ഡസ് ഷീ ലിവ് എന്നാണ് പറഞ്ഞത്. വേർ ഡസ് ഷീ ലിവ്. വാട്ട് യു വാണ്ട്. വാട്ട് ഡു യു വാണ്ട്. അതാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വരിക. WH ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോൾ വാട്ട് ഡു യു വാണ്ട്. ഓക്കെ. ഇനി വാട്ട് ദിസ് വേർഡ് മീൻ. അതിൻ്റെ ആൻസർ ക്വസ്റ്റ്യൻ എന്താ വരിക? വാട്ട് ഡസ് ദിസ് വേർഡ് മീൻ. ദിസ് വേർഡ് എന്നുള്ളത് സിംഗുലറാണ്, അതുകൊണ്ടാണ് ഡസ് ഉപയോഗിച്ചത്. വാട്ട് ഡസ് ദിസ് വേർഡ് മീൻ. ഇനി വാട്ട് ടൈം ദ ഫിലിം സ്റ്റാർട്ട്. വാട്ട് ടൈം ഡസ് ദ ഫിലിം. അതുകൊണ്ടാണ് ഡസ് ഉപയോഗിച്ചത്. വാട്ട് ടൈം ഡസ് ദ ഫിലിം സ്റ്റാർട്ട്. ഹൗ മച്ച് ദോസ് ഷൂ കോസ്റ്റ്. എൻ്റെ ക്വസ്റ്റ്യൻ ആക്കുമ്പോൾ എങ്ങനെ വരാം? ഹൗ മച്ച് ഡു ദോസ് ഷൂസ് കോസ്റ്റ്. ഓക്കെ. ദോസ് ഷൂസ് എന്ന് പറയുന്നത് പ്ലൂരൽ അല്ലേ? പ്ലൂരൽ ആയതുകൊണ്ട് ഡു ദോസ് ഷൂസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ്സ് എന്ന് പറയാൻ പാടില്ല, കോസ്റ്റ്. ഓക്കെ. ഇതൊക്കെയാണ് അതിൻ്റെ ആൻസേഴ്സ് പറയുന്നത്. ഇനി ഗ്രാമാറ്റിക്കൽ ഫ്രെയിം സെക്കൻഡാണ്.
pre-learning task. Say whether the following sentences are correct or not. Example, look, it rains now. ഓക്കെ, അത് തെറ്റായിട്ടാണ് പറഞ്ഞത്. ലുക്ക് ഇറ്റ് റെയിൻസ് നൗ, ഇറ്റ് ഈസ് റെയിനിങ് നൗ എന്നാണ് പറഞ്ഞത് അല്ലേ. ഐ എം നോട്ട് അഗ്രി വിത്ത് യു പറയാൻ പറ്റുമോ? ഐ ഡോണ്ട് അഗ്രി വിത്ത് യു. വേർ ആർ യു, വാട്ട് ആർ യു ഡൂയിങ്? ഐ ആം റീഡിങ്. വാട്ട് ആർ യു ഡൂയിങ്? ഐ ആം റീഡിങ്. ഓക്കെ, പറയാൻ പറ്റും, ശരിയാണ്. അപ്പോൾ ഐ ആം നോട്ട് അഗ്രി വിത്ത് യു എന്നുള്ളത് തെറ്റാണ്. ഐ ഡോണ്ട് അഗ്രി വിത്ത് യു എന്നുള്ളതാണ് ശരി. വാട്ട് ആർ യു ഡൂയിങ്? ഐ ആം റീഡിങ്. പറ്റും. ഷീ ഈസ് വാച്ച്ഡ് ടി വി ഓവർ ദർ. പറ്റൂല, കാരണം ഷീ ഈസ് വാച്ചിങ് ടി വി ഓവർ ദർ എന്നാണ് ശരി. അപ്പോൾ ഇത് തെറ്റാണ്. മൂന്നാമത്തത് തെറ്റ്. ദേ ആർ ഡൂയിങ് എ കോഴ്സ് ഇൻ ഇംഗ്ലീഷ്. ദേ ആർ ഡൂയിങ് എ കോഴ്സ് ഇൻ ഇംഗ്ലീഷ്. ശരിയാണ് അല്ലേ. ഓക്കെ, യെസ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ളത് പറയാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ എന്നാൽ അടുത്ത ക്ലാസ്സുകളും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ട്രാൻസാക്ഷൻ്റെ എല്ലാ ഗ്രാമർ ഭാഗങ്ങളും നമുക്ക് ടച്ച് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ.